മഞ്ഞൾ കൃഷിയാണ് കേട്ടോ. നല്ല മഞ്ഞൾ ഇഞ്ചി കോട്ടപ്പയറെല്ലാം കണ്ട നല്ല ഇതായിട്ട് വരുന്നു. നമ്മളെ ആവശ്യത്തിന് മാത്രം വീട്ടിൽ തന്നെ നട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ നട്ടതാണിത്. ഇതാ കോട്ടപ്പയർ, മഞ്ഞൾ, കാരാപ്പിരി ഇതെല്ലാം ഇപ്പോൾ പടർന്ന് ഇനി ഓണത്തിനേക്ക് കായ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നട്ടതാണ്. പിന്നെ ഇഞ്ചിയെല്ലാം നമ്മളെ ആവശ്യത്തിന് മാത്രം ഈ വീട്ടിൽ തന്നെ എല്ലാം ആക്കാം. പച്ചമുളകൊന്നും നട്ടിട്ട് നല്ല ഇതായിട്ടില്ല, ഭയങ്കര മഴയായിട്ട് ഇപ്പോൾ ഇതാ കായ് ഉണ്ടാകൽ തുടങ്ങി. ഇത് കുറേ എണ്ണം ഉണ്ടേനു, എല്ലാം ഇതായിപ്പോയി, ചീഞ്ഞു പോയി മഴ കാരണം. എന്നാലും ചീരിയോ എല്ലാം നമ്മളിങ്ങനെ നടുന്നു. കുറേ കറ്റാർ വാഴ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് വിലക്ക് വാങ്ങുന്ന സാധനമല്ലേ അലോവേര. നമ്മളെ വീട്ടിൽ തന്നെ ഒരു ഇതുണ്ടായാൽ എത്രയോ ആവശ്യം പോലെ എന്താ പിന്നെ കറ്റാർ വാഴ ഉണ്ടാകും. ഇതിന് തന്നെ ഒരു തൈ വാങ്ങിയാൽ മതി, പിന്നെ ആവശ്യം പോലെ കുട്ടികളുണ്ടാവും. ഇത് നമ്മൾ നട്ടെ ഒരു മല്ലികയാണ്. ഇതിൻ്റെ ഒരു കൊമ്പ് മതി നമുക്ക്, വിത്താകുന്നില്ല. കൊമ്പ് നല്ലോണം ഓണത്തിനെ നല്ലോണം പൂണ്ട മല്ലിക ചെടികളിലും ഓണത്തിനേക്ക് കണക്കായിട്ട് കുഴിച്ചിട്ടതാണ്. ഇത് ഒരു കൊമ്പ് മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ കുറേ ചെടികളാക്കി മാറ്റി. ഇപ്പം വീട് നിറയാവും. ബാഗിലാക്കിയതാണ് ചീരിയെല്ലാം. മഴയത്ത് വെച്ചാൽ അത്യാവശ്യം ചീഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇത് നല്ല സേഫ്റ്റിയാണ്. കുറച്ച് വെയിൽ വരുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് മാറ്റും. ഈ ചെറുതേനീച്ചകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ചെറുതേനീച്ചേൻ്റെ ഓരോ കൂട്ടിലും ഈച്ചകളെല്ലാം നല്ല സുഖത്തിൽ നമുക്ക് ആർക്കും തന്നെ കൈകാര്യം ചെയ്യാം, ഒന്നും പേടിക്കുകയാണ്. മറ്റേ തേനാകുമ്പോൾ കുറച്ച് പേടി, എന്നാലും ഞാൻ മറ്റേ തേനും കൃഷി ചെയ്യുന്നുണ്ട്. ഇത് വീട്ടിൻ്റെ മേലത്തിൻ്റെ അടുത്തടുത്ത് കെട്ടിയിട്ട് നല്ല നമ്മളെ ആവശ്യത്തിന് തേന് വിലക്ക് വാങ്ങണ്ട, നല്ല കുറേശ്ശെ വിൽക്കാനുണ്ട്. പിന്നെ കോവലെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കര അധിക വർഷമായ കൊണ്ടാണ് ഇങ്ങനെ നശിച്ചു പോയി. നല്ലോണം ഇനിയിപ്പോൾ ഉണ്ടാവും. ഇതിപ്പോൾ ഈ നരയും കുമ്പളായാലും പിന്നെ എല്ലാം ചീഞ്ഞു പോയി. ഇപ്പോൾ മഴ കുറച്ച് ശമിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം വളർന്ന് വരുന്നുണ്ട്. ഇപ്പം വണ്ടിയെല്ലാം ഇതിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ ഉണ്ടാവണം. വണ്ടേൻ്റെ തയ്യാണിത്. അതിനിപ്പോൾ ഓണത്തിനൊക്കെ ആകുമ്പോൾ എവിടെയും കാണാൻ തന്നെ ഇല്ല. ഈ പിന്നെ വയക്കുന്നവർ കുടുംബശ്രീൻ്റെ അവരെല്ലാം പോയി വയക്കി അങ്ങനെ ആക്കുന്നുണ്ട്. എവിടെയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൻ്റെ ഇതിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ തന്നെ കുഴിച്ചിട്ട് നമ്മളെ ആവശ്യത്തിന് പൊട്ടിച്ച് വറക്കാൻ മാത്രം. അവരെ ഓരോ വറവിനെല്ലാം ഉണ്ടാവും. ഇത് തന്നെ പൊട്ടിക്കും പിന്നെയും കുറച്ചുണ്ട് അവിടെ. പിന്നെ ഇത് ചെറുതേനീച്ചക്ക് വേണ്ടിയിട്ടായിട്ട് തന്നെ പൂ നട്ടതാണ്. അത് ചെറുതേനീച്ച കൂടുണ്ട് അവിടെയെല്ലാം. പിന്നെ അതിന് പൂമ്പൊടിയെല്ലാം ശേഖരിക്കാൻ വേറെ പൂവിന് തേടി പോകണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വീട്ടിനെ നല്ല പിന്നെ കീടങ്ങൾ വരലും കുറയും. പിന്നെ ഈ പാചകരണമൊക്കെ വരുന്ന ഈച്ചകളിൽ ഇതിൻ്റെ അകത്തേക്ക് പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെടികൾ ഇതിൻ്റെ കൂട്ടം നട്ടത്. എല്ലാവരും ഭയങ്കര ഞെട്ടാഞ്ഞെടിയെന്ന് പറയും. ഇതിന് ഭയങ്കര വിലയാണെന്ന് പറയുന്നത്. നമ്മളിത് ഇവിടെ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ പറിച്ച് തിന്നു, നമ്മൾ വിൽക്കലൊന്നുമില്ല. ഇത് ഭയങ്കര വിറ്റാമിൻ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറമ്പിലുള്ളതിന് ഇപ്പോൾ ഇത് തന്നെ കൃഷിയുണ്ട് ഇവിടെ ആവശ്യം പോലെ.